സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. ദേവീ മാഹാത്മ്യം 11-ാം അധ്യായത്തിലെ 20-ാമത്തെ ശ്ലോകം. ദംഷ്ട്രാ കരാളവദനെ ശിരോമാലാ വിഭൂഷണേ ചാമുണ്ടേ മുണ്ടമഥനെ നാരായണീ നമോസ്തുതേ. ദംഷ്ട്രാ കരാളവദനെ. ദംഷ്ട്രമെന്നാൽ കൂർത്ത് നീണ്ട് വളഞ്ഞു നിൽക്കുന്ന കോമ്പല്ല്. ദംഷ്ട്രാ കരാളവദനെ. ദംഷ്ട്രങ്ങൾ കൊണ്ട് ഭയങ്കരമായിരിക്കുന്ന വദനാരവിന്ദത്തോടും ശിരോമാലാ വിഭൂഷണേ ശിരസ്സുകൾ മാലയാക്കി ആഭരണമായി ധരിച്ചും ഇരിക്കുന്ന ഹേ ദേവി. ചാമുണ്ടേ മുണ്ടമഥനെ നാരായണീ നമോസ്തുതേ. മുണ്ഡാസുരനെ നിഗ്രഹിച്ച ഹേ ചാമുണ്ടേശ്വരി ദേവി നാരായണീ നമസ്കാരം. മുന്നിലത്തെ കൂർത്ത് നീണ്ടു വളഞ്ഞ പല്ലുകളും ശിരസ്സുകളെ മാലയാക്കിയിട്ടുമുള്ള ഉഗ്രരൂപത്തിലുള്ള ദേവീഭാവമാണ് ചാമുണ്ടേശ്വരി ദേവിയുടേത്. അങ്ങനെയുള്ള ദേവിക്ക് നമസ്കാരം. 21-ാമത്തെ ശ്ലോകം. ലക്ഷ്മീ ലജ്ജേ മഹാവിദ്യേ ശ്രദ്ധേ പുഷ്ടി സുധേ ധ്രുവേ മഹാരാത്രി മഹാമായേ നാരായണീ നമോസ്തുതേ. ലക്ഷ്മി ഐശ്വര്യപ്രദായിനിയായി വർത്തിക്കുന്ന ലക്ഷ്മീ ദേവി. ലജ്ജേ അകർത്തവ്യങ്ങളെ ചെയ്യിക്കാതെ കർത്തവ്യങ്ങളിലേക്ക് മാത്രം മനസ്സിനെ നയിക്കുന്ന ലജ്ജയായി വർത്തിക്കുന്ന ദേവി. മഹാവിദ്യ വിദ്യകളുടെയെല്ലാം വിദ്യയായിരിക്കുന്ന മഹാവിദ്യയായിരിക്കുന്ന അംബികേ. ശ്രദ്ധേ പുഷ്ടി സുധേ ധ്രുവേ. ശ്രദ്ധ, പുഷ്ടി, സുധ. സുധ എന്നാൽ അമൃത്. ധ്രുവ. ധ്രുവ എന്നാൽ ഭൂതം, ഭാവി, വർത്തമാനകാലങ്ങൾ. ശ്രദ്ധയെയും പുഷ്ടിയെയും സുധയെയും ഭൂതഭവിഷ്യത്തർത്ഥമാനങ്ങളെയും ഉത്ഭൂതമാക്കുന്നതിന് ശക്തിയെ കൊടുക്കുന്ന ദേവി. മഹാരാത്രി മഹാമായേ നാരായണീ നമോസ്തുതേ. മഹാരാത്രിയായും മഹാമായയായും വർത്തിക്കുന്ന ദേവി നാരായണീ നമസ്കാരം. 22-ാമത്തെ ശ്ലോകം. മേധേ സരസ്വതീ ശിവേ ഭൂതിദായിനി താമസി നിയതം ത്വം പ്രസീദേശേ നാരായണീ നമോസ്തുതേ. മേധേ സരസ്വതീ ശിവേ. മേധ ധാരണാസമർത്ഥമായിരിക്കുന്ന ബുദ്ധി. സരസ്വതി വാക്കുകളുടെ അതിദേവതാഭാവത്തെയാണ് സരസ്വതി ദേവിയായി സങ്കല്പിച്ചിരിക്കുന്നത്. ശിവേ. ശിവ എന്നാൽ സർവമംഗളകാരിണി. ഭൂതിദായിനി സർവൈശ്വര്യപ്രദായിനി. ഭൂതിദായിനി താമസി. താമസി തമോ ഗുണപ്രധാന വിഷയങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന ശക്തിയായും ഇരിക്കുന്ന ദേവി. നിയതം ത്വം പ്രസീദേശേ. നിത്യവും നിശ്ചയമായും ദേവി പ്രസാദിക്കണമേ. നാരായണീ നമോസ്തുതേ. ധാരണാസമർത്ഥമായിരിക്കുന്ന ബുദ്ധിയായും വാഗധിദേവതയായും സർവമംഗളകാരിണിയായും സർവൈശ്വര്യപ്രദായിനിയുമായും തമോ ഗുണപ്രധാനങ്ങളായ വിഷയങ്ങൾക്ക് പ്രേരകശക്തിയുമായിരിക്കുന്ന ശിവാംശ സംഭൂതയായ ഹേ ദേവി. നിയതിരൂപിണിയായ ദേവി പ്രസാദിക്കണമേ. നാരായണീ നമസ്കാരം. 23-ാമത്തെ ശ്ലോകം. സർവദാ പാണിചരണേ സർവദോക്ഷി ശിരോമുഖേ സർവദാ ശ്രവണഘ്രാണേ നാരായണീ നമോസ്തുതേ. സർവദഃ പാണിചരണേ. സർവദഃ എല്ലായിടത്തും. പാണി കൈ, ചരണം പാദം. സർവദാ പാണിചരണേ എല്ലായിടത്തും ദേവിയുടെ കൈകാലുകളും. സർവദോക്ഷി ശിരോമുഖേ. അക്ഷി നേത്രം. ശിരോമുഖേ ശിരസ്സും മുഖവും. സർവദഃ ശ്രവണഘ്രാണേ എല്ലായിടവും ദേവിക്ക് ശ്രവണഘ്രാണേ കേൾക്കാം, മണക്കാം. അങ്ങനെയുള്ള ദേവിക്ക് നമസ്കാരം. പാണി, പാദം, നേത്രം, ശിരസ്, മുഖം, ചെവി, മൂക്ക് എന്നീ അവയവങ്ങൾ സർവദിക്കിലും നിറഞ്ഞിരിക്കുന്ന ദേവി നാരായണീ നമസ്കാരം. 24-ാമത്തെ ശ്ലോകം.
സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ ഭയേഭ്യസ്ത്രാഹിനോ ദേവി ദുർഗാദേവി നമോസ്തുതേ. സർവസ്വരൂപേ സർവേശേ, സർവസ്വരൂപേ സർവതിൻ്റെയും സ്വരൂപമായി സ്ഥിതി ചെയ്യുന്ന ദേവി. സർവേശേ എല്ലാറ്റിൻ്റെയും ഈശ്വരിയായിരിക്കുന്ന നിയാമികയായിരിക്കുന്ന ദേവി. സർവശക്തി സമന്വിതേ സർവശക്തികളും സമന്വയിച്ചിരിക്കുന്ന എല്ലാവിധ ശക്തികളോടും കൂടിയിരിക്കുന്ന ദേവി. ഭയേഭ്യസ്ത്രാഹിനോ ദേവി ഞങ്ങളെ ഭയത്തിൽ നിന്ന് രക്ഷിച്ചാലും. ദുർഗാദേവി നമോസ്തുതേ അല്ലയോ ദുർഗാദേവി അവിടുത്തേക്ക് നമസ്കാരം. എല്ലാറ്റിൻ്റെയും സ്വരൂപമായിരിക്കുന്ന എല്ലാറ്റിൻ്റെയും നിയാമികയായിരിക്കുന്ന എല്ലാവിധ ശക്തികളോടും കൂടിയിരിക്കുന്ന ദേവി ഞങ്ങളെ രക്ഷിച്ചാലും. ഹേ ദുർഗാദേവി അവിടുത്തേക്ക് നമസ്കാരം. 25-ാമത്തെ ശ്ലോകം. ഏതത്തേ വദനം സൗമ്യം ലോചനത്രയഭൂഷിതം പാതു ന സർവഭീതിഭ്യ കാർത്യായനീ നമോസ്തുതേ. ഏതത്തേ വദനം സൗമ്യം അല്ലയോ ദേവി നിന്റെ സൗമ്യമായ മുഖം ലോചനത്രയഭൂഷിതം 3 കണ്ണുകളാൽ അലങ്കൃതമായിരിക്കുന്നു. പാതു ന സർവഭീതിഭ്യ ദേവി അവിടുന്ന് ഞങ്ങളെ എല്ലാവിധ ഭയങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. കാർത്യായനി നമസ്കാരം. 3 കണ്ണുകൾ കൊണ്ട് ശോഭിച്ചിരിക്കുന്ന ദേവിയുടെ സൗമ്യമായ മുഖാരവിന്ദം ഞങ്ങളെ എല്ലാവിധ ഭയങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കണമേ. കാർത്യായനി ദേവിക്കായിക്കൊണ്ട് നമസ്കാരം.